ബംഗ്ലാദേശിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് ബംഗ്ലാദേശിനെ മുഖമാക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന് കരുതിയിരുന്ന പാകിസ്ഥാനെ കണക്കുകൂട്ടൽ അപ്പാടെ മാറി മറിയുകയാണ്, തെറ്റുകയാണ്. അതായത് ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്തൊരു മുന്നറിയിപ്പാണ് ആദ്യമെത്തിയത്. അതും ലോകത്തെ തന്നെ വമ്പൻ രാജ്യമായ റഷ്യയുടേത്. റഷ്യ ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് കൊടുത്തത് 1971 ഓർമ്മ വേണമെന്നാണ്. അന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ഇന്ത്യക്കൊപ്പം ഞങ്ങളും കൂടി ചേർന്നായിരുന്നു. ഇന്നും ഇന്ത്യക്കൊപ്പം ഞങ്ങളുണ്ട്, ഓർക്കണം, ഓർമ്മകൾ ഉണ്ടാവണം. റഷ്യ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത ഹാദിയുടെ സഹോദരൻ തന്നെ രംഗത്തെത്തി എന്നുള്ളതാണ്. തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയത് യൂനസ് ആണ് എന്ന് പറഞ്ഞതോടുകൂടി ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭകർക്ക് മിണ്ടാട്ടം മുട്ടി. അതിനിടയിൽ ഇന്ത്യയുമായി അനുരഞ്ജന ശ്രമവും യൂനസ് നടത്തുകയുണ്ടായി. തന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിനെ ദില്ലിക്ക് അയച്ചുകൊണ്ടാണ് ഈ അനുരഞ്ജന ശ്രമം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി ആകെ തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ് ബംഗ്ലാദേശ്. അതിനിടയിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ പോയാൽ എല്ലാം അസ്തമിക്കുമെന്ന് ബംഗ്ലാദേശിന് നന്നായി അറിയാം. അങ്ങനെ ബംഗ്ലാദേശിനെ കണ്ട് വലിയ രീതിയിൽ പ്ലാനിങ് നടത്തിയ പാകിസ്ഥാനാണ് ഇപ്പോൾ പെട്ടത്. ഇപ്പോൾ പാകിസ്ഥാൻ കരുതുന്നത് ഏതായാലും ദില്ലി സ്ഫോടനത്തിനൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ബംഗ്ലാദേശ് കൊണ്ട് അല്പം മാറുമെന്ന് കരുതിയിരുന്നു, അല്ലെങ്കിൽ അല്പം ലേറ്റാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇനി ലേറ്റാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. പരോക്ഷ പിന്തുണ നൽകിയിരുന്ന ചൈനയും അമേരിക്കയും ഒന്നും ബംഗ്ലാദേശ് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുമെന്ന് അറിയില്ല. കാരണം അവിടുത്തെ ഭരണാധികാരിയായ യൂനസ് തന്നെ നാടുവിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും ഇതിന്റെ പിന്നാലെ എത്തുന്നുണ്ട്. ഏതായാലും അവിടെ കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ ബംഗ്ലാദേശികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇല്ലെങ്കിലും മുഴുവൻ ബംഗ്ലാദേശികളും ഇന്ത്യക്ക് എതിരല്ലായിരുന്നു എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പറയുന്നത്. ഇതോടുകൂടി പാകിസ്ഥാൻ ഭയക്കുന്നത് ഏത് നിമിഷവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകുമോ എന്നൊരു ഭയമാണ്. ഏതായാലും ഭയം നല്ലതിനാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.